അബൂദർറേ, ആ മരത്തിന്റെ ഇലകൾ കൊഴിഞ്ഞത് കണ്ടോ? ഞാൻ ആ ഉണങ്ങിയ മരച്ചില്ലയിൽ പിടിച്ചു കുലുക്കിയപ്പോൾ ആ മരച്ചില്ലയിൽ നിന്ന് ഉണങ്ങി നിന്ന ഇലകൾ അത് താഴേക്ക് വീണത് കണ്ടോ? അതുപോലെ 5 നേരം കൃത്യമായി നിസ്കരിക്കുന്ന മനുഷ്യന്റെ പാപങ്ങൾ فتهافت عنه ذنوبه كما تهافت الورق عن هذه الشجرة. ആ വൃക്ഷത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞതുപോലെ മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു പൊഴിച്ചു കളയും. അബൂദർറേ, 5 നേരം കൃത്യമായി നിസ്കരിക്കുന്ന മനുഷ്യന്റെ പാപങ്ങൾ ഉണങ്ങിയ വൃക്ഷശിഖരം പിടിച്ചുലച്ച് അതിലെ ഇലകൾ താഴോട്ട് നിപതിച്ചു വീണപ്പോൾ ആ ഇലകളെ നോക്കിയിട്ട് ഉദാഹരിച്ചുകൊണ്ട് ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ആ ഇലകൾ കൊഴിഞ്ഞു വീണതുപോലെ നിന്റെ പാപങ്ങളെ ഭക്തിയാദര പുരസ്സരം മുഅ്മിനായ മനുഷ്യ നിന്റെ നിസ്കാരത്തിലൂടെ ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നിസ്കാരം എല്ലാ മ്ലേച്ഛതകളിൽ നിന്ന്, എല്ലാ തോന്നിവാസങ്ങളിൽ നിന്ന് മനുഷ്യനെ പ്യൂരിഫിക്കേഷൻ സംശുദ്ധിയാക്കുന്നതാണ്, പരിശുദ്ധമാക്കുന്നതാണ്. സഹാബത്തേ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ വീടിന്റെ മുന്നിലൂടെ ഒരു നദി ഒഴുകുന്നു എന്ന് സങ്കൽപ്പിക്കുക. ആ നദിയിലൂടെ നിങ്ങൾ എല്ലാ ദിവസവും 5 നേരം കുളിക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക. എന്നാൽ നിങ്ങളുടെ ശരീരങ്ങളിൽ എവിടെയെങ്കിലും വല്ല അഴുക്കും ബാക്കിയുണ്ടാകുമോ? ഇല്ല നബിയേ. ഇതുപോലെയാണ് 5 നേരം കൃത്യമായി നിസ്കരിച്ചാൽ നിങ്ങൾ സംശുദ്ധരാകുന്നതാണ്. എന്നാൽ എത്ര വട്ടം അല്ലാഹു വിളിക്കുന്നു, ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്, നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ, സ്വർഗത്തിലേക്ക് വരൂ. സുബഹിയുടെ മിനാരം, സുബഹിക്ക് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ അമരധ്വനികൾ ഉയർന്നു കേട്ട നേരത്ത് അന്താരാഷ്ട്രത്തിൽ കയ്യും കയറ്റി വെച്ച് കിടന്ന് 4 കാലികളെക്കാൾ അതപ്പതിച്ച് ഉറങ്ങുകയാണ്. നാൽക്കാലികളെക്കാൾ അതപ്പതിച്ചുറങ്ങുകയാണ്. നിങ്ങൾ എന്തോ ഒരു അവസ്ഥയാണ് നിങ്ങൾ ആലോചിച്ചു. അവരാരാണ്? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വല്ലാത്തൊരു വിഭാഗം, അവർക്ക് ഖൽബുകളുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, ആദാനുൻ ലാ യസ്മഊന ബിഹാ, അബ്സാറുഹും ലാ യുബ്സിറൂന ബിഹാ, ഉലൈക കല്ലൻആം ബൽ ഹും അളൽ, ബൽ ഹും അളൽ, ഉലൈക ഹുമുൽ ഗാഫിലൂൻ. ഖുർആൻ പറയുകയാണ്, അവർക്ക്
ഹൃദയങ്ങളുണ്ട്, അവർക്ക് കണ്ണുകളുണ്ട്, അവർക്ക് കാതുകളുണ്ട്, അവർ ചിന്തിക്കുന്നേ ഇല്ല, അവർ കേൾക്കുന്നുണ്ട്. ഈ ചെവിയിലൂടെ കേട്ടിട്ട് ഈ ചെവിയിലൂടെ പാസായി പോകുന്നുവെന്നല്ലാതെ അവര് കേൾക്കേണ്ടതുപോലെ ബാങ്ക് കേൾക്കുന്നില്ല. നന്മയുടെ വിളിയാളങ്ങളെ കേൾക്കുന്നില്ല, നന്മയുടെ കാര്യങ്ങൾ അവരറിയുന്നില്ല, കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്. അവരാരാണ്? മൃഗങ്ങളെ പോലെ അതപ്പതിച്ചവരാണ്. അല്ല, മൃഗങ്ങളെക്കാളും അതപ്പതിച്ചവരാണ്. എത്ര വട്ടമാണ് ബാങ്ക് വിളിക്കുന്നത്? ഒരു വട്ടമാണോ? അല്ലാഹ് വിളിച്ചില്ലേ, സ്വർഗത്തിലേക്ക് വാടാ മോനെ. 21 വയസ്സുകാരനായ എന്റെ പ്രിയപ്പെട്ട അനുജ, 19 വയസ്സുകാരനായ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് എത്ര വട്ടമാ നിന്നെ വിളിച്ചത് സ്വർഗത്തിലേക്ക് വരാൻ വേണ്ടി. സ്വർഗത്തിലേക്ക് നിന്നെ വിളിച്ചിട്ട് നീ വന്നില്ല സഹോദരാ, വിജയത്തിലേക്ക് വിളിച്ചിട്ട് നീ വന്നില്ല സഹോദരാ. അള്ളാഹു ഒരു വട്ടമല്ല, 2 വട്ടമല്ല, 3 വട്ടമല്ല, 5 തവണ എന്നെയും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു തുടങ്ങി വെച്ച അദാനിന്റെ വരികൾ എന്നെ നിങ്ങളെ വിളിച്ചു, സ്വർഗത്തിലേക്ക് വാ, സ്വർഗത്തിലേക്ക് വാ. അവിടുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും നീ അതിൽ അറിയണ്ട. ഹയ്യ അലസ്സലാ, വിജയത്തിലേക്ക് വരൂ, സ്വർഗത്തിലേക്ക് വരൂ. നേരത്തെ നിന്റെ ഫോൺ നിന്റെ ചെവിക്കകത്ത് നീ അപ്പൊ സിനിമാറ്റിക് ഡാൻസ് അത് കണ്ടുകൊണ്ടിരുന്നു, നീ പാട്ട് കേട്ടുകൊണ്ടിരുന്നു, ബാങ്ക് കേട്ടില്ല, നീ പള്ളിയെ പോയില്ല. 5 വട്ടം അല്ലാഹു വിളിച്ചു, നിസ്കരിക്കാൻ പാടാ, വിളിച്ചിട്ട് പോയോ? പോയില്ല. സുബ്ഹാനല്ലാഹ്. പിന്നെ എങ്ങനെ ഉണ്ടാവും? നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ കാര്യമാണോ നിസ്കാരം? അസ്സലാത്തു മർദാത്തുൻ ലിറബ്ബി തബാറക വ തആല. സഹോദരാ, 5 നേരത്തെ നിസ്കാരം അത് അല്ലാഹുവിന്റെ സംതൃപ്തി കരഗതമാക്കാനുള്ളതാണ്. മർദാത്തുൽ ലിറബ്ബിൽ ആലമീൻ, പ്രപഞ്ച സ്രഷ്ടാവായ അല്ലാഹു റബ്ബുൽ ആലമീന്റെ സംതൃപ്തി നിനക്ക് സമ്പാദിക്കണമെന്നുണ്ടോ? 5 നേരം കൃത്യമായി നിസ്കരിക്കണേ സഹോദരാ. നാട്ടുകാരുടെ സംതൃപ്തിക്കല്ല. പള്ളിയിലൊക്കെ കയറുമ്പോ ചില ആളുകൾക്കെങ്കിലും, പള്ളിയിലൊക്കെ കൃത്യമായിട്ട് പോകുമ്പോ ചില ആളുകൾക്കെങ്കിലും ഒരു വിചാരം ഉണ്ടാവും മനസ്സിനകത്ത്. എന്താണ് ആ വിചാരം? ഞാൻ ആമുഖമായിട്ട് തന്നെ പറയാണ്, ആ വിചാരമൊക്കെ മാറ്റി വെക്കണം നമ്മള്. ഞാൻ എന്നോട് പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും ആത്മവിചാരണ നടത്താൻ പറയുന്നു. സാധാരണ ഒരു ചെറിയൊരു പിഴവ്, മിസ്റ്റേക്ക്, ഒരു നെഗറ്റീവ് മൈന്യൂട്ട് പോയിന്റ് നമ്മുടെ കൽബിൽ എന്താണ്? ഞാൻ ഭയങ്കര നിസ്കരിക്കുന്ന ആളാണ്, ഞാൻ 5 നേരവും കൃത്യമായിട്ട് പള്ളിയിൽ പോയി ഇമാമിന്റെ പുറകെ നിന്ന് നിസ്കരിക്കും. ഈ ഒരു വിചാരം, സുബ്ഹാനല്ലാഹ്, നമ്മൾ പരാജയപ്പെട്ടു പോകും, നമ്മൾ തോറ്റുപോകും. നോമ്പ് നോറ്റും നിസ്കരിച്ചും നടന്നതിൻ ഫലം കിട്ടൂല. നോട്ടം തെല്ല് പിഴച്ചു പോയാൽ ആരും മുസൽമാനാവൂല, ആരും മുസൽമാനാവൂല. നോമ്പ് നോറ്റും
നിസ്കരിച്ചും നടന്നതിൻ ബലം കിട്ടൂല. നോട്ടത്തിൽ പിഴച്ചു പോയാൽ ആരും മുസൽമാനാവൂല, ആരും മുസൽമാനാവൂല. ആർക്കു വേണ്ടിയാ നിസ്കരിക്കുന്നത് സഹോദരാ? അല്ലാഹുവിന് വേണ്ടിയാണ് നിസ്കരിക്കുന്നത് സഹോദരാ. വജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാ വൽ അർളി സയ്യറനി ഹനീഫൻ മുസ്ലിമാ ഇന്നാ സ്വലാത്തി വനുസുകി തുമ്മാ മഹ്യായ വമമാതി ലകല്ലാഹുമ്മ. എന്റെ ജീവിതം പടച്ചവനെ നിനക്കു വേണ്ടിയാണ്, എന്റെ ചലനങ്ങൾ തമ്പുരാനെ നിനക്കു വേണ്ടിയാണ്, എന്റെ നിശ്ചലനങ്ങൾ പടച്ചവനെ നിനക്കു വേണ്ടിയാണ്, എന്റെ ജീവിതം അല്ലാഹുവേ നിനക്കു വേണ്ടിയാണ്, എന്റെ മരണം പടച്ചവനെ നിനക്കു വേണ്ടിയാണ്. അല്ലാഹുവിന്റെ പള്ളിയുടെ അകത്തളത്തിൽ കയറി നിന്നിട്ട് പടച്ചവന്റെ മുന്നിൽ നിൽക്കുന്ന മുസൽമാൻ അവനോട് പ്ലഡ്ജ് നടത്തുകയാണ്, പ്രതിജ്ഞ നടത്തുകയാണ്. ആ സമയത്ത് സഹോദരാ, എന്റെയും നിന്റെയും മൊബൈൽ ഫോണിനകത്തളത്തിൽ ഏതോ തോന്നിവാസത്തിന്റെ വീഡിയോസുകളുണ്ടോ സഹോദരാ? ആ നിസ്കാരം കാപട്യത്തിന്റെ നിസ്കാരമായി പോകും. കാരണം പടച്ചവനോട് പ്രതിജ്ഞ നടത്തുകയാണ്, പടച്ചവനോട് പ്രതിജ്ഞ നടത്തുകയാണ്. പടച്ചവനെ, ഇന്നാ സ്വലാത്തി വനുസുകി തുമ്മാ മഹ്യായ വമമാതി ലകല്ലാഹുമ്മ. എന്റെ ജീവിതമാർക്കാണ് പടച്ചവനെ നിനക്കു വേണ്ടിയാണ്, എന്റെ മരണമാർക്കാണ് പടച്ചവനെ നിനക്കു വേണ്ടിയാണ്, എന്റെ ചലനങ്ങളാർക്കു വേണ്ടിയാണ് പടച്ചവനെ നിനക്കു വേണ്ടിയാണ്. ഇത് പറയുന്ന നേരത്തെ സഹോദരാ, നിന്റെ മൊബൈൽ ഫോണിന്റെ അകത്തളത്തിൽ അല്ലാഹുവിന് വിരുദ്ധമായതുണ്ടെങ്കിൽ നിന്റെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? പടച്ചവനോട് പറയാണ്, പ്രതിജ്ഞ നടത്തുവാണ്. എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ ചലനങ്ങൾ, എന്റെ നിശ്ചലനങ്ങൾ എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോണിനകത്ത് തോന്നിവാസം കിടക്കുകയാണെങ്കിൽ നമ്മൾ അല്ലാഹുവിനെയാണ് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള നിസ്കാരത്തിൽ അല്ലാഹുവിന്റെ തൃപ്തിയുണ്ടോ? തൃപ്തിയില്ല. മാത്രമല്ല, നിസ്കരിക്കുന്നവനെ വഹുബ്ബുൽ മലായിക, അവനെ മലക്കുകൾ സ്നേഹിക്കുകയാണ്. തഖ്വയോടെ ഇഖ്ലാസോടെ പടച്ചവന്റെ സംതൃപ്തിക്ക് വേണ്ടി നിസ്കരിക്കുന്ന സഹോദരാ, നീ അങ്ങനെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഹുബ്ബുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകളുടെ സ്നേഹം നിനക്ക് ലഭിക്കുന്നതാണ്. നിസ്കാരമെന്ന് പറഞ്ഞാൽ വസുന്നത്തുൽ അംബിയാ, അത് അംബിയാക്കളുടെ സുന്നത്താണ്. ഓരോ പ്രവാചകന്മാർക്കും നിസ്കാരം ഉണ്ടായിരുന്നു. തങ്ങളുടെ ഉമ്മത്തികൾക്ക് അല്ലാഹു ഫർളാക്കി തന്നു. മാത്രമല്ല, വനൂറുൽ മഅരിഫ, നിസ്കാരം എന്ന് പറഞ്ഞാൽ നിനക്കത് മഅരിഫത്തിന്റെ വെളിച്ചമാണ്. നിസ്കാരമുള്ളവന്റെ മുഖവും നിസ്കാരമില്ലാത്തവന്റെ മുഖവും രണ്ടും രണ്ടാണ്. നിസ്കാരമുള്ളവന്റെ മുഖത്തൊരു പ്രഭയുണ്ടാകും, നിസ്കാരമുള്ളവന്റെ മുഖത്തൊരു പ്രകാശമുണ്ടാകും. നിസ്കാരമില്ലാത്തവന്റെ മുഖത്ത് ആ പ്രകാശമുണ്ടാവില്ല. നിസ്കാരമുള്ളവന്റെ മുഖത്ത് നിസ്കാരം വഅസുലുൽ ഈമാൻ, അത് വിശ്വാസിയെയും അവിശ്വാസിയെയും വേർതിരിക്കുന്നതാണ്. മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും പ്രകടമായ ലക്ഷണമാണ്, അവന്റെ അടിസ്ഥാനമാണ്. മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് സഹോദരാ നിസ്കാരം.
വഇജാബത്തു ദുആ, നിന്റെ ദുആയ്ക്ക് നിനക്ക് ഉത്തരം കിട്ടണമെന്നുണ്ടോ? നിന്റെ ദുആയ്ക്ക് നിനക്ക് ഉത്തരം കിട്ടണമെന്നുണ്ടോ? കൃത്യമായി നീ നിസ്കാരം പുലർത്തിയാൽ അല്ലാഹു നിന്റെ ദുആയ്ക്ക് ഉത്തരം നൽകുന്നതാണ്. വഖബൂലുൽ അഅമാൽ, പോരാ നിന്റെ അമലുകൾക്ക് അല്ലാഹുവിങ്കൽ സ്വീകാര്യത ലഭിച്ചു എന്നതിന് തെളിവാണ് നീ കൃത്യമായ നിസ്കാരക്കാരനാകുന്നത്. വല്ലപ്പോഴൊക്കെ നിസ്കരിക്കുള്ളൂങ്കിൽ നീ മനസ്സിലാക്കണം, നിന്റെ അമലുകളൊന്നും പടച്ചോ സ്വീകരിക്കണില്ല. നിന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുന്നുണ്ട് എന്നതിന്റെ പ്രൂഫ് എവിടാണ്? നിന്റെ നിസ്കാരം കൃത്യമാണോ? നിന്റെ നിസ്കാരം കൃത്യസമയത്താണോ? നീ കൃത്യമായി നിസ്കാരം പുലർത്തുന്നവനാണെങ്കിൽ നിന്റെ ആഹാരത്തിൽ ബറക്കത്തുണ്ടാകും. നിന്റെ ആഹാരത്തിൽ ബറക്കത്തുണ്ടാകും. വറാഹത്തുൽ അബ്ദാൻ, നിന്റെ ശരീരത്തിനൊരു പ്രത്യേക സുഖമുണ്ടാകും, ഒരു ഐശ്വര്യമുണ്ടാകും, ഒരു പ്രൗഢി ഉണ്ടാകും, ഒരു സമാധാനമുണ്ടാകും. മനുഷ്യ, നിന്റെ മനസ്സിന് ശാന്തി വേണോ? നീ പാർക്കിലും ബീച്ചിലും വീഗാലാൻഡിലും കൊടൈക്കനാലിലും ബേക്കൽ ഫോർട്ടിലും എന്നും പോയിരുന്നാൽ നിനക്ക് മനസ്സമാധാനം കിട്ടണമെന്നില്ല. പക്ഷേ കൃത്യമായി നിസ്കരിച്ചാൽ ആ നിസ്കാരം വറാഹത്തുൽ അബ്ദാൻ, നിങ്ങളുടെ ശരീരങ്ങൾക്ക് അത് സമാധാനമാണ്, അത് ശാന്തിയാണ്, അത് സന്തോഷമാണ്, അത് ആഹ്ലാദമാണ്. വസിലാഉൻ അലൽ അഅദാ, നിന്നെ വകവരുത്താൻ ഇറങ്ങി പുറപ്പെടുന്ന ശത്രുക്കളില്ലേ? നിന്റെ മാനസികമായ ശത്രുക്കൾ, നിന്റെ പ്രകടരായ ശത്രുക്കൾ, നിന്റെ ദുനിയാവിലെ ശത്രുക്കൾ, നിന്റെ ആഖിറത്തിലെ ശത്രുക്കൾ, അവരോട് പടയോട്ടം നടത്താനുള്ള ആയുധമാണ് സഹോദരാ, സഹോദരീ നിസ്കാരം. നിന്റെ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമുള്ള നിന്റെ ശത്രുക്കളോട് പടപൊരുതാൻ നിന്റെ കൈവശമുള്ള മൂർച്ചയേറിയ ആയുധമാണ് നിസ്കാരം. നിസ്കാരം ചെറുതല്ല. വകറാഹിയത്തുൽ ലിശൈത്താൻ, നീ കൃത്യമായി നിസ്കരിക്കുന്നവനാണെങ്കിൽ പിശാച് നിന്നെ വെറുത്തിട്ട് മടുത്തിട്ട് പോകും. പിശാചിന് നിന്നോടൊരു മടുപ്പായിരിക്കും. അവന്റെ പിറകെ പോയിട്ട് കാര്യമില്ല, അവനെ ഇങ്ങനെ തെറ്റിക്കാന്ന് വെച്ചാൽ കാര്യമില്ല. കൃത്യമായിട്ട് ആ ചങ്ങാതി നിസ്കരിക്കും. കാരണം ഒതു കൊടുക്കുമ്പോൾ ശൈത്താൻ എടുത്ത് നിൽക്കാൻ പറ്റില്ല. ഒതു കൊടുത്താൽ ശൈത്താൻ ഇഷ്ടമല്ല. നമ്മൾ ഖുർആൻ ഓതുന്നത് ശൈത്താൻ ഇഷ്ടമല്ല. അല്ലാഹു അക്ബർ എന്ന് ബാങ്ക് വിളിക്കുന്നത് ശൈത്താൻ ഇഷ്ടമല്ല. ഇഖാമത്ത് കേൾക്കുന്നത് ശൈത്താൻ ഇഷ്ടമല്ല. അപ്പൊ ശൈത്താൻ അനിഷ്ടമായ കാര്യങ്ങൾ മുഴുവനും മേളിക്കുകയാണ് നിസ്കാരത്തിൽ. അതുകൊണ്ട് ശൈത്താൻ ഒരു നമ്മളെടുത്ത് ശൈത്താൻ കാരണം എന്താ? അല്ലാഹു ഖുർആനിൽ പറഞ്ഞു അത് ശൈത്താന്റെ നിസ്കാരമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലിൽ മുസല്ലീൻ, വൈലുൽ ലിൽ മുസല്ലീൻ. വൈലെന്ന് പറയുന്ന നരകമുണ്ട് നിസ്കാരക്കാരായ ആളുകൾക്ക്. സ്പെഷ്യലൈസ്ഡ് ആയി അല്ലാഹു സ്പെഷ്യലായി തയ്യാറാക്കി വെച്ചിട്ടുള്ള നരകം. വൈൽ ആർക്കാണത്? നിസ്കാരക്കാർക്കാണ്. ഏത് നിസ്കാരക്കാർക്ക്? ഞാൻ ഈ പറഞ്ഞ മാതിരിയുള്ള കോലത്തിലുള്ള നിസ്കാരക്കാർക്ക്. ആ നിസ്കാരക്കാരെ ശൈത്താന് ഇഷ്ടാണ്. ശൈത്താൻ എപ്പോഴും വന്നിട്ട് പറയും ഐ ലവ് യു, ഐ ലവ് യു, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, ഇങ്ങോട്ട് വാ, പെട്ടെന്ന് നിസ്കരി, പെട്ടെന്ന് ഒന്നുകൂടെ, പെട്ടെന്ന് മൂത്രം ഒഴിച്ച് കഴിവാൻ പോലും ഇല്ല. കാരണം അവന് തിരക്കാണ്. അങ്ങനെയുള്ള നിസ്കാരക്കാര് പിശാചിന്റെ ഇഷ്ടക്കാര്. പോരാ,
وشفيع بين صاحبها بين ملك الموت عزرائيل. നല്ല നിസ്കാരക്കാരനായ സഹോദരാ, ആ നിസ്കാരം നിനക്കും നിന്റെ റൂഹ് പിടിക്കാൻ കടന്നു വരുന്ന മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനും ഇടയിൽ ഒരു ശഫീആയി ശുപാർശകനായി നിസ്കാരം നിലകൊള്ളുമെന്ന് മുഹമ്മദ് മുസ്തഫ. സംഭവമാണ്. ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി വരുമ്പോ ആരും വിറവിറച്ചു പോണ നിമിഷാണ്. ആരും അല്ലാഹു പഠിച്ചോൻ കാക്കട്ടെ. സഹോദരങ്ങളെ, ഭയങ്കര രംഗമാണ്, മരണത്തിന്റെ രംഗം. അപ്പോൾ നല്ല നിസ്കാരക്കാരനാണെങ്കിൽ ആ നിസ്കാരക്കാരന് അസ്രായീലിന്റെ ഇടയിലും അദ്ദേഹത്തിന്റെ ഇടയിലും ശഫീആയി ശുപാർശകനായി നിസ്കാരം ഉണ്ടാകുമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. വസിറാജും ഫീ ഖബരിഹി അവന്റെ ഖബറിന്റെ അകത്തളത്തിൽ അതൊരു വിളക്കുമാടമായി പ്രകാശം ചൊരിക്കും നിസ്കാരം. കാരണം ഖബറിന്റെ അകത്തളത്തിൽ ഇരുട്ടാണ്. ഇരുട്ടിനാൽ പെയിന്റിട്ടതാ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ റബ്ബിയതിൽ കിടക്കേണ്ടതാണു സമാനാ. ഇരുട്ടിനാൽ പെയിന്റിട്ട ഖബറ് ഓരോ പലകായും ഇങ്ങനെ വെക്കും. അപ്പൊ കാണാം കുറച്ച് വിടവ്. ആ വിടവിലൂടെ പ്രകാശം ഇങ്ങനെ അകത്തേക്ക് കയറുവാണ്. അപ്പോഴത്തേക്ക് ആളുകൾ വിളിച്ചു പറയും, അവിടെ വിടവ് കിടക്കുന്ന ആ കല്ലിങ് എടുത്തോണ്ട് വാ, അപ്പൊ ആ ചെടി ഇങ്ങ് പൊട്ടിച്ചോണ്ട് വാ. എന്തോത്തിനാ? ആ വിടവിന്റെ അവിടെ ഇടാൻ. എന്നിട്ട് കല്ലോ ചെടിയോ ഒക്കെ വെച്ച് ആ വിടവും കൂടെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തുള്ളി പ്രകാശം പോലും അവന്റെ ഖബറിന്റെ അകത്തളത്തിലേക്ക് കടക്കൂല. എന്നാലേ പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചില ആളുകളുടെ ഖബറിൽ പ്രകാശമുണ്ടാകും, വിളക്കുണ്ടാകും, സിറാജ് വിളക്കുണ്ടാകും. അവരാരാണ്? കൃത്യമായ നിസ്കാരം ജീവിതത്തിൽ പുലർത്തിയ ആളുകളാണ്. അവരുടെ ഖബറിൽ നിസ്കാരം വസിറാജുൻ ഫീ ഖബരിഹി അവരുടെ ഖബറിന്റെ അകത്തളത്തിൽ നിസ്കാരം വിളക്കായി പ്രകാശം ചൊരിക്കുന്നതാണ്. വഫിറാശുൻ തഹ്ത ജംബിഹി അവരുടെ ഖബറിന്റെ അകത്തളത്തിൽ വെളിച്ചം മാത്രമല്ല, പിന്നെയോ അതൊരു മനോഹരമായ നല്ല സോഫ്റ്റായ മൃദുലമായ നൈർമല്യമുള്ള വിരിപ്പായി മെത്തയായി ആ നിസ്കാരം അവന്റെ ഖബറിൽ ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. മാത്രമല്ല ഒരുപാടാണ് നിസ്കാരം. വജവാബുൻ ലിമുൻകരിൻ വനകീർ അലൈഹിമുസ്സലാം. മുൻകർ നകീർ. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. മുൻകർ നകീർ അലൈഹിസ്സലാത്തു വസ്സലാം ഖബറി വരും. മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഇസ്ലാമുക വമാ ഇമാമുക. തെമ്മാടിയായ മനുഷ്യൻ അന്നേരത്തെ രണ്ട് കൈയും തലയെ വെച്ചിട്ട് അറിയില്ല പൊട്ടി കരഞ്ഞ് നിലവിളിക്കും. എന്നാൽ കൃത്യമായ നിസ്കാരം പുലർത്തി ജീവിച്ചവൻ അല്ലാഹു റബ്ബി മുഹമ്മദുൻ നബി ഇസ്ലാം
ദീനി അൽ കഅബത്തു ഖിബ്ലതി വൽ മുഅ്മിനൂന ഇഖ്വാനി. ഓരോന്നോരോന്നായി മറുപടി പറയും. അന്നേരത്ത് വജവാബുൻ ലിമുൻകരിൻ വനകീർ അലൈഹിമുസ്സലാം. ആ രണ്ടു മലക്കുകൾക്ക് ജവാബ് പറയാൻ വിശുദ്ധമായ നിസ്കാരം നിന്നെ സഹായിക്കും സഹോദരാ. വമൂനിസും ഫീ ഖബരിഹി, അവന്റെ ഖബറിന്റെ അകത്തളത്തിൽ ഒരു കൂട്ടുകാരൻ കടന്നു വരും. സുമുഖനായവൻ, സുന്ദരനായവൻ, കാണാൻ നല്ല ഗ്ലാമറുള്ള ഒരാൾ. അയാള് കടന്നു വന്നിട്ട് ഖബറാളിയോട് സലാം പറയും. അസ്സലാമു അലൈക്കും, സുഖമാണോ? വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട, സങ്കടപ്പെടണ്ട. നിന്റെ ഖബറിൽ ഞാനുണ്ട് കൂട്ടായി. ആരാണോ നീ? ആരും കൂട്ടിനില്ലാത്ത 6 അടി മണ്ണിന്റെ അകത്തളത്തിൽ കടന്നെനിക്ക് തുണയായ നീ ആരാണ്? നല്ല സുഗന്ധമുള്ള മനുഷ്യൻ, പരിമളം വീശിയടിക്കുന്ന മനുഷ്യൻ, പ്രകാശമാനമായ മുഖമുള്ള മനുഷ്യൻ, അയാൾ ആരാണ്? സഹോദരാ, കൃത്യസമയത്ത് തഖ്വയോടെ ഇഖ്ലാസോടെ നീ അനുഷ്ഠിച്ച നിസ്കാരമാണ്. വമൂനിസും ഫീ ഖബരിഹി, നിന്റെ ഖബറിന്റെ അകത്തളത്തിൽ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെയും മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറെന്ന കാഹളത്തിൽ ഊതുന്നത് വരെയും നിന്റെ ഖബറിൽ നിനക്ക് തുണയായി, തണിയായി, കൂട്ടായി, നിനക്ക് സന്തോഷം തന്ന് നിന്നെ സമാധാനിപ്പിച്ച് നിസ്കാരം കൂടെ ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇസ്രാഫീൽ സൂറദിലൂതൂലെ അന്ന് ഈ ലോകമാകെ തകരൂലേ. ഇറയവൻ മുമ്പിലാണായോലെ അന്ന് എരിപോരിക്കൊള്ളും ദീനമല്ലേ. അവസാന നിമിഷം വരെ എന്നാൽ ഖിയാമത്ത് നാളിൽ സൂറെന്ന കാഹളത്തിൽ ഊതിക്കഴിഞ്ഞാൽ സാറത്തിസ്സാഅതു ലില്ലൻ ഫൗഖഹു, പരലോകത്ത് ചുട്ടു പൊള്ളുന്ന, തിളച്ചുമറിയുന്ന ഒരു ചാൺമുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ഒരു ഭീകരമായ സമയമുണ്ട്. പരലോകത്തെ സമയം പാപി ഞാൻ തേടിയിടുന്നേ, പാടിപ്പൂകഴ്ത്തിയിടുന്നേ, കോനേ ഞാനേ പരിതാപ കണ്ണീർ തൂവി, ഞാനേ കോനേ പരിതാപ കണ്ണീർ തൂവി, ഞാനേ. മഹ്ശറ സഭയിൽ നാം ഒരുമിച്ചു കൂടിയിടുമ്പോൾ, മഹ്ശറ സഭയിൽ നാം ഒരുമിച്ചു കൂടിയിടുമ്പോൾ, മനം പൊട്ടിയ നഫ്സി എന്ന് വിളിച്ചിടുമ്പോൾ, ഒന്നായിട്ടടി മൂടി കൊടും ചൂടിലണയുമ്പോൾ ആരാണ്? എന്നാൽ അവിടെ സഹോദരാ, നിനക്കുമേലെ തണൽ വിരിച്ച് നിഴലായി നിസ്കാരമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പോരാ, വതാജൻ അലാ റഅസിഹി,
നിനക്ക് കിരീടമായിട്ട് നിസ്കാരമുണ്ടാകും. ഒലിബാസൻ അലാ ബദനിഹി, നിന്റെ ശരീരമിൽ പളപളാ മിന്നുന്ന പട്ടുവസ്ത്രമായി നിസ്കാരം നിനക്ക് നാളെ ഉണ്ടാകും. വനൂറൻ യസ്ആ ബൈന യദയ്യ, നീ നടക്കുമ്പോൾ നിന്നോടൊപ്പം ഒരു പ്രകാശം നടക്കുകയാണ്. നീ ഇരിക്കുമ്പോൾ നിന്നോടൊപ്പം ഒരു പ്രകാശം ഇരിക്കുകയാണ്. നീ സഞ്ചരിക്കുമ്പോൾ നിന്നോടൊപ്പം ഒരു പ്രകാശം സഞ്ചരിക്കുകയാണ്. നാളെ പരലോകത്ത് നിനക്ക് പ്രകാശമായി നിന്നോടൊപ്പം സഞ്ചരിക്കുന്ന യാത്ര ചെയ്യുന്ന പ്രകാശമായി നിസ്കാരമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. പോരാ, വസിത്ര ബൈനഹു വബൈനൻ നാർ, ഭീകരമായ ഭീതിതമായ ഭീകൽസമായ നാരകീയ അഗ്നി നിന്നെ സ്പർശിക്കുകയില്ല. നിനക്ക് അല്ലാഹു നരകം ഹറാമാക്കും, നിനക്ക് അല്ലാഹു സ്വർഗ്ഗം വാജിബാക്കും. എപ്പോൾ നീ കൃത്യമായി നിസ്കാരം അതിന്റെ മുറ പോലെ വേണ്ട നിലയ്ക്ക് അനുഷ്ഠിക്കുന്നവനാണോ? വസിത്ര ബൈനഹു വബൈനൻ നാർ, നിനക്കിടയിൽ നരകത്തിനിടയിൽ ഒരു മറയായി മതിൽ പോലെ നിന്നെ നിസ്കാരം സംരക്ഷിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. വഹുജ്ജത്തുൻ ലിൽ മുഅ്മിനീന ബൈന യദയ്യ റബ്ബിൽ ആലമീൻ. അല്ലാഹുവിന്റെ അടുക്കൽ മുഅ്മിനീങ്ങളായ ആളുകളുടെ ഹുജ്ജത്ത്, അവരുടെ തെളിവ്, അവരുടെ എവിഡൻസ്, അവരുടെ പ്രൂഫ്, അതാണ് നിസ്കാരം. സുബ്ഹാനല്ലാഹ്. വസിഖലൻ അലാ മവാസീനി, അവരുടെ ത്രാസുകളിൽ മീസാൻ എന്ന തുലാസിൽ വെച്ച് നന്മ തിന്മകൾ തൂക്കുമ്പോൾ നിസ്കാരം അവരുടെ നന്മയുടെ തട്ടിൽ ഭാരം വർദ്ധിപ്പിക്കും. വജവാസൻ അല സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ഒരു പാലമുണ്ട്. മനുഷ്യൻ എല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന് കരുതുന്ന ഒരു പാലമാണ് സിറാത്ത്. സഹോദരാ, ആ സിറാത്ത് എന്ന് പറയുന്ന പാലം അതിന്റെ അടിഭാഗത്ത് താഴ്ഭാഗത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന നരകമാണ്. ഓരോ മനുഷ്യന്മാര് മിന്നൽ വേഗത്തിൽ പാസ്സാകുന്ന ആളുകളുണ്ട്, ഓടുന്ന വേഗതയിൽ പാസ്സാകുന്ന ആളുകളുണ്ട്, നടക്കുന്ന വേഗതയിൽ സിറാത്ത് പാസ്സാകുന്ന ആളുകളുണ്ട്, എഴഞ്ഞെഴഞ്ഞ് സിറാത്ത് പാസ്സാകുന്ന ആളുകളുണ്ട്. എന്നാൽ നിനക്ക് ആ സിറാത്ത് പാലം പാസ്സാകാൻ നിന്നെ നീ നിസ്കരിച്ച നിസ്കാരം സഹായിക്കുന്നതാണ്. പോരാ വമിഫ്താഹുൽ ലിൽ ജന്ന, നിനക്ക് സ്വർഗ്ഗത്തിൽ കടക്കണമെങ്കിൽ നീ സ്വർഗ്ഗത്തിലെത്തിപ്പെട്ടു, സ്വർഗ്ഗത്തിന്റെ വാതിലിന്റെ മുന്നിലെത്തിപ്പെട്ടു. നിനക്കത് തുറക്കണമെങ്കിൽ നിന്റെ കയ്യിൽ അസ്സലാത്തു മിഫ്താഹുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ താക്കോലായ നിസ്കാരമുണ്ടാകണം. ഇസ്ലാമായി ജനിച്ചോരേ, മുസൽമാനായി പിറന്നോരേ, നിസ്കാരം വെടിഞ്ഞിട്ട് നടന്നിടുന്നോരേ, നാഥനെ മറന്നിടുന്നോരേ. അല്ലാഹു ഖുർആനിൽ കൽപ്പിച്ചു, ആരംഭപ്പൂ നബി പഠിപ്പിച്ചു. ആയിരം അനുഗ്രഹങ്ങൾ അല്ലാഹ് നമ്മൾക്കായി ഭൂമിയിൽ സൃഷ്ടിച്ചു. എന്നിട്ട് ഞാൻ നിസ്കരിച്ചില്ല, നിങ്ങളെ നിസ്കരിച്ചില്ല. കൃത്യമായി നിസ്കാരം ഞാനും നിങ്ങളും ജീവിതത്തിൽ പുലർത്തിയില്ല സഹോദരാ. എന്നാൽ മഹാന്മാർ അവരുടെ ജീവിതത്തിൽ നിസ്കരിച്ചു. ഞാനൊരു സംഭവം പറയാം. ആരാണ് സഹോദരങ്ങളെ? സുബ്ഹാനല്ലാഹ്, ഇമാം
തബറാനി, ഇമാം നസായി തുടങ്ങിയവർ ഉദ്ധരിക്കുകയാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളൊരു യുദ്ധത്തിന്റെ വേളയിൽ ഒരു യാത്രാ സംഘമായി പോയി. അന്നേരത്തെ ഒരു സഹാബിയുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ, സുലത്ത് ബിൻ അശീം റളിയല്ലാഹു അൻഹു. ആരാണ് സുലത്ത് ബിൻ അശീം റളിയല്ലാഹു അൻഹു? പാതിരാത്രി സമയമായപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ചാണ് കിടന്നത്. രാത്രി എല്ലാവരും ഉറങ്ങി നിറഞ്ഞപ്പോ ഇയാൾ മെല്ലെ എഴുന്നേറ്റ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എവിടെ പോകാണ് ഇയാള്? എവിടെ പോകാണ് ഇയാള്? എല്ലാരും ഉറങ്ങിയ സമയത്ത് ഇയാൾക്ക് എവിടെ എന്തോ കാര്യത്തിന് പോകാണ് എന്ന് മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചു. എല്ലാ ദിവസവും ഇത് തന്നെ പരിപാടി. എഴുന്നേറ്റ് എല്ലാരും ഉറങ്ങി കഴിയുമ്പോ ഇനി വല്ല അമട്ടൻ ഉഡായിപ്പ് കേസും ആണോ പുള്ളിക്കാരൻ പോകണത്? എന്തെങ്കിലും വല്ല വേല ഒപ്പിക്കാനാണോ? അല്ല കലാകായിക പരിപാടിക്കാണോ പോണത്? അങ്ങനെ നനച്ചു. ഞാൻ അയാളെ ഫോളോ ചെയ്തു. ഒരു ദിവസം ഫോളോ ചെയ്ത് പോകുമ്പോൾ മഹാനവറുകൾ പോകുന്നത് എവിടേക്കാണ്? ഒരു ഘോരമായ വനാന്തരത്തിന്റെ അകത്തളത്തിലാണ്. സുബ്ഹാനല്ലാഹ്, അലറുന്ന ചെമ്പുലികളും ചിഹ്നം വിളിക്കുന്ന കാട്ടാനയും ചീറി വരുന്ന ചെമ്പുലിയും നരിയും കുറുക്കനുമെല്ലാം നരനായാട്ട് നടത്തുന്ന ഘോരമായ വനാന്തരത്തിന്റെ അകത്തളത്തിലേക്ക് മഹാനവറുകളങ്ങ് പോകുകയാണ്. സുലത്ത് ബിൻ അശീം റളിയല്ലാഹു അൻഹു പോയിട്ട് വിജനമായ സ്ഥലത്തെത്തിയപ്പോൾ അവിടുന്ന് അങ്ങ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാനിങ്ങനെ പിറകെ വന്നിട്ട് നോക്കി നിന്നപ്പോൾ അദ്ദേഹം നിസ്കാരത്തിലാണ്. ചെറിയ നിസ്കാരമല്ല, സുദീർഘമായ ആയത്ത് പാരായണം ചെയ്തു വലിയ നിസ്കാരത്തിലാണ്. അന്നേരത്തതാ ഒരു ഗർജനം കേൾക്കുകയാണ്. ഞാൻ കാതു കൂർപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു സിംഹത്തിന്റെ ഗർജനമാണെന്ന്. ഞാൻ ഭയന്ന് വിഹ്വലനായി പരിഭ്രമിച്ചു നിൽക്കുകയാണ്. കാരണം അതാ സിംഹം കടന്നു വരികയാണ്. സുലത്ത് ബിനുൽ അശീം റളിയല്ലാഹു അൻഹുവിന് ചലനമില്ല. അവിടുന്ന് നിസ്കാരത്തിലാണ്. അവിടുന്ന് അനങ്ങുന്നില്ല. അവിടുന്ന് ഇലാഹായ റബ്ബിൽ പാതിരാത്രി സമയം ലയിച്ചു നിൽക്കുകയാണ്. സിംഹമാണ് കടന്നു വരുന്നത്. സിംഹം. എല്ലാവരും എഴുന്നേക്കാം. മുത്ത് നബി ആദ്യം ഞാൻ എഴുന്നേൽക്കുന്നു മനസ്സിലായി. പ്രായമുള്ള ഉപ്പമാർ എഴുന്നേക്കണ്ട, അവരോട് പ്രായമുള്ള പ്രായമുള്ള ഉപ്പമാർ എഴുന്നേക്കണ്ട. അല്ലാത്ത ആൾക്കാർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്തുവാ മനസ്സിൽ കരുതുന്നേ? ഞാന് മദീനയിലെ പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിച്ചിട്ടാണ് എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന് മനസ്സിൽ കരുതുക. എന്നിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ചൊല്ലണം കേട്ടോ. എല്ലാവരും ചൊല്ലണം. കാരണം സ്വലാത്ത് നമുക്ക് ചൊല്ലണം. മൻ സ്വല്ലാ അലൈഹി സ്വലാത്തൻ വാഹിദതൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ. ആരെങ്കിലും ഒരാൾ എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന് അല്ലാഹു 10 സ്വലാത്ത് ചൊല്ലുന്നതാണ്. മീൻസ് അവന്റെ 10 പാപങ്ങളെ അല്ലാഹു പൊറുക്കുന്നതാണ്. അവനെ 10 പദവികളെ അല്ലാഹു ഉയർത്തുന്നതാണ്. അവന്റെ നന്മയുടെ ഏടിൽ 10 നന്മകളെ അല്ലാഹു രേഖപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നമ്മുടെ ഒരുപാട് അഅമാലുകൾ ഒന്നുകിൽ അല്ലാഹു സ്വീകരിക്കും. അഅമാലുനാ ബൈനൽ ഖബൂലി വറദ്ദിഹാ ഇല്ല സ്വലാത്ത അലൻ നബി മുഹമ്മദി. നിസ്കാരം അല്ലാഹു സ്വലാത്ത് അല്ലാഹു സ്വീകരിക്കും ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പൂന്തിങ്കൾ വാനിലൂദീത്തെ ആബദാ താഴ്വരയിൽ ഞങ്ങളിൽ വന്ന റസൂലേ പുണ്യപൂ
മഹാനാം ഹബീബേ സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീന മോനെ പൊന്മോനെ ആലങ്ങൾ വാഴ്ത്തും പൂമാനെ. ആമീന മോനെ പൊന്മോനെ ആലങ്ങൾ വാഴ്ത്തും പൂമാനെ. സല്ലല്ലാഹു അലാ الحمدلله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് ഞങ്ങളുടെ പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലെ ജിവാറിലെത്തിക്കണേ അല്ലാഹ്. ആ ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ഉമ്മവാപ്പമാര്, ഉസ്താദുമാര്, ഭാര്യ, മക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, സഹപാഠി സുഹൃത്തുക്കൾ, സഹകാരികൾ, ഭക്ഷണം തന്നവർ, ദുആ വസിയത്ത് ചെയ്തവർ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഗമങ്ങളെയും സഹായിക്കുന്നവർ, ഞങ്ങളുടെ മജ്‌ലിസുകളിൽ ഒരുമിച്ച് കൂടുന്നവർ, ഞങ്ങൾ മജ്‌ലിസുകളിൽ ചോദിക്കുമ്പോൾ നൽകുന്നവർ, നൽകിയവർ, എല്ലാവർക്കും നീ പൊറുക്കണേ അല്ലാഹ്. എല്ലാവർക്കും നീ കാരുണ്യം നൽകണേ അല്ലാഹ്. ഇന്നുവരെ ഞങ്ങളെ അതെല്ലാം സദസ്സിൽ പോയപ്പോൾ അവിടെ ആരെല്ലാം ഒത്തുകൂടിയോ അവർക്ക് മുഴുവനും നീ പൊറുക്കണേ അല്ലാഹ്. വീടില്ലാത്ത പാവങ്ങളുണ്ടവർക്ക് വീട് കൊടുക്കണേ അല്ലാഹ്. വീടിന്റെ പണി നടക്കുന്നവരുണ്ട്, എളുപ്പത്തിൽ പൂർത്തിയാക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവരുണ്ട്, അവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ്. കടം കൊണ്ട് കൈവലഞ്ഞു പോയ പാവങ്ങളുണ്ട്, അവരുടെ കടങ്ങളെ വീട്ടിൽ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ നൽകിയ മക്കളെ സ്വാലിഹീങ്ങളും ഹാഫിളീങ്ങളും ആലിമീങ്ങളും നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളും നല്ലവരുമാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ നല്ലവരാക്കണേ അല്ലാഹ്. ഞങ്ങളെ പാവങ്ങളെല്ലാം നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളെ ഖൈറിന്റെ അഹ്ലുകാരാക്കണം അല്ലാഹ്. ഞങ്ങൾക്ക് ഇൽമും തഖ്വയും ഇഖ്ലാസും ഈമാനും ഇസ്തിഖാമത്തും ഒന്നുമില്ല, നീ എല്ലാം തരണേ അല്ലാഹ്. പുന്നാര നബി തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഈ സദസ്സ് ഖബറിലും ആഖിറത്തിലും ദുനിയാവിലും ഉപകരിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ ഖായിബാക്കല്ലേ അല്ലാഹ്. അവസാനം ആഖിബത്ത് നന്നാക്കി ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു മരുഭൂമിയിൽ ഒരു മലർ കുളിർ വാരി വീരിച്ച ഗുരുമുത്ത് മുഹമ്മദ് നബിയുള്ളാഹ്. ഇരുളിന്റെ യുഗമതിൽ വെളിവിന്റെ കിരണങ്ങൾ അരുളിയ നബിയോരിൽ സ്വല്ലല്ലാഹ്. മരുഭൂമിയിൽ ഒരു മലർ കുളിർ വാരി വിരിച്ച ഗുരുമുത്ത് മുഹമ്മദ് നബിയുള്ളാഹ്. ഇരുളിന്റെ യുഗമതിൽ വെളിവിന്റെ കിരണങ്ങൾ അരുളിയ നബിയോരിൽ സ്വല്ലല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ആ സംഘാടകരുടെ ബക്കറ്റുകൾ ഉണ്ടെങ്കിലേ ഇവരടുത്തൊക്കെ പോയാൽ അവരൊക്കെ പൈസ ആയിരിക്കും കേട്ടോ. ബക്കറ്റുകൾ എടുക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ചെന്നാ പൈസ ആരും. അപ്പോൾ സിംഹമാണ് വന്നത്. സഹോദരങ്ങളെ, അന്നേരത്തു മഹാനായ ആ സ്വഹാബി വര്യൻ അനങ്ങുന്നില്ല. അവിടുന്ന് നിശ്ചലനായി പടച്ചവനിൽ സമർപ്പിച്ച നിസ്കാരത്തിലാണ്. മഹാനായ സ്വഹാബി പറയുകയാണ്, അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, സുബ്ഹാനല്ലാഹ്
സുലത്ത് ബിൻ അസീം റളിയല്ലാഹു അൻഹു അവിടുന്ന് അന്നേരത്തെ ചലിക്കുന്നില്ല, അവിടുന്ന് നിസ്കാരത്തിലാണ്. സലാം വീട്ടിക്കഴിഞ്ഞു. ഗർജിച്ചു മുന്നിൽ വന്നു നിൽക്കുന്ന സിംഹത്തോട് പറഞ്ഞു, ഉത്തുലുബുർ റിസ്ഖ മിൻ മക്കാനിൻ ആഖർ. നീ ഭക്ഷണം തേടി വന്നതാണോ? എന്നെ ശല്യപ്പെടുത്താൻ വരണ്ട, നീ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ആഹാരം തേടിക്കോ. മഹാനായ സ്വഹാബി സുലത്ത് ബിൻ അസീം റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോൾ കാട്ടിലെ വനരാജാവായ സിംഹം അനുസരണയുള്ള ആട്ടിൻകുട്ടിയെ പോലെ തലകുനിച്ചങ്ങ് നടന്നു പോകുകയാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതാ മഹാനവറുകൾ നിസ്കാരം പൂർത്തിയാക്കി നടക്കുമ്പോൾ മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ശബ്ദം വെക്കാതെ ഞാൻ പിന്തുടർന്നു പോയി. സുബഹിക്ക് മുമ്പ് ഞങ്ങളുടെ ടെന്റിലേക്ക് വന്ന് ചേർന്നിട്ട് എല്ലാവരും കിടക്കുന്നത് പോലെ മഹാനങ്ങൾ കിടന്നോ. സുബ്ഹാനല്ലാഹ്, സുബഹിക്ക് ഞങ്ങളെല്ലാവരും എഴുന്നേൽറ്റപ്പോൾ അവിടുന്ന് എഴുന്നേൽക്കുകയാണ്. പ്രഭാതത്തിലും അതാ പ്രദോഷം വരെയുള്ള സമയങ്ങളിലും ഞാൻ ശ്രദ്ധിച്ചു, അദ്ദേഹത്തിന് വല്ല ക്ഷീണവുമുണ്ടോ? ആ പാതിരാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചിട്ടൊരു ക്ഷീണവുമില്ല, ഒരു ടയേർഡുമായിട്ടില്ല, ഒരു തളർച്ചയും ബാധിച്ചിട്ടില്ല. മഹാന്മാർ അങ്ങനെയാണ്. എന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഞാൻ നിസ്കരിച്ചിട്ടുണ്ടോ പാതിരാത്രി സമയം? ഞാൻ നിങ്ങളോട് ഘോരഘോരം പ്രസംഗിക്കുന്നല്ലോ. ഞാൻ ആത്മവിചാരം നടത്തട്ടെ. ഞാൻ എന്റെ നഫ്സിനോട് ചോദിക്കുകയാണ്. ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മാർക്കറ്റിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, ആ പോകുന്നത് ആരാന്നറിയുമോ? രാത്രിയുടെ 4/3 ഭാഗവും നിന്ന് നിസ്കരിക്കുന്ന മഹാനാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഒരാളെ വിളിച്ചിങ്ങനെ പറയാണ് മഹാനവറുകളെ പറ്റി. രാത്രിയുടെ 4/3 ഭാഗവും നിന്ന് നിസ്കരിക്കുന്നയാളാണ് ആ പോകുന്നതെന്ന്. സുബ്ഹാനല്ലാഹ്. അന്നു മുതൽ ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവിടുന്ന് രാത്രിയുടെ 4/3 ഭാഗവും നിന്ന് നിസ്കാരത്തിലാണ്. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു മരണപ്പെട്ട ദിവസം അയൽക്കാരനായ കുട്ടി അവന്റെ ഉമ്മായോട് ചോദിച്ചു പോയി, ഉമ്മ, ആ വീട്ടിന്റെ മുകളിൽ സാധാരണ കാണാറുള്ള തൂണ് ഇന്നവിടെ കാണുന്നില്ലല്ലോ ഉമ്മ. അന്നേരത്ത് ആ മകനോട് ഉമ്മ പറഞ്ഞു കൊടുത്തു, മോനെ, അതൊരു തൂണായിരുന്നില്ല, പാതിരാത്രിയിൽ നിലാവിന്റെ അരണ്ട വെളിച്ചത്തിൽ നീ കാണാറുള്ള തൂണ്. ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവിടുന്ന് സുദീർഘമായി ഖുർആൻ ഓതി നിന്ന് നിസ്കരിക്കുന്ന രംഗമാണ്. ആ തൂണ് ഇന്നവിടെ കാണാത്തത് എന്താന്ന് പറഞ്ഞാൽ, ഇമാം അവറുകൾ ഇന്ന് വഫാത്തായി പോയില്ലയോ മോനെ. എന്റെ ജീവിതത്തിൽ എത്ര നേരം, എന്നാ പാതിരാത്രി 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ സിനിമ കണ്ട അനുഭവം കൈപൊക്കാൻ പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്കുണ്ടാവും. ഒരു അരമണിക്കൂർ, ഒരു 15 മിനിറ്റ് അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ച അനുഭവം ജീവിതത്തിലുണ്ടോ? പാതിരാത്രിയിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂമു മിനൽ ലൈൽ ഹത്താ തതഫത്തറ ഖദമാഹു. അവിടുത്തെ കാല് നീര് കെട്ടി വീർക്കും. ആയിഷ ബീവി ചോദിച്ചു, അല്ലാഹു അവിടുത്തേക്ക് സ്വർഗ്ഗം ഉറപ്പിച്ച നബിയല്ലേ, പിന്നെന്തിന് ഇങ്ങനെ നിന്ന് നിസ്കരിച്ച് കാല് പറയണ നബിയെ മതി വയ്യാന്ന് പറയണ കാല്. ظلمت سنة من أحيا الظلام إلى أن اشتاقت قدما الضر من برمي مولاي صلي وسلم
للخلق كلهم. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഹോദരങ്ങളെ, ആരാണ് രണ്ട് ആളുകൾ? ആ രണ്ട് ആളുകളെ നോക്കി അല്ലാഹു സന്തോഷിക്കുന്നതാണ്. രണ്ട് വിഭാഗം ആളുകൾ, ആ ആളുകളെ നോക്കി അല്ലാഹു സന്തോഷിക്കുന്നതാണ്. ആരാണ് ആ രണ്ട് വിഭാഗം ആളുകൾ? ഇലൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ടു പോയ ആളുകളില്ലയോ? ദീനീ ദഅവത്തിന്റെ മേഖലകളിൽ പള്ളി ഉണ്ടാക്കാനും മദ്രസയുണ്ടാക്കാനും അനാഥരെ പോറ്റാനും അഗതികൾക്ക് സംരക്ഷണം നൽകാനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പടയോട്ടം നടത്തി ഇറങ്ങി പുറപ്പെടുന്ന ആലിമീങ്ങളെ, ആ സാലിഹീങ്ങളായ ആലിമീങ്ങളെ നോക്കി അല്ലാഹുവിന് വലിയ സന്തോഷമാണ്. അല്ലാഹു റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ തിരുനോട്ടം കൊണ്ട് അങ്ങനെയുള്ള ശ്രേഷ്ഠരായ ആളുകളെ അല്ലാഹു നോക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ മനുഷ്യൻ ആരാണെന്നറിയുമോ? വറജുലുൻ ഖായിമുൻ ഫീ ലോകം മുഴുവനും കൂർക്കം വലിച്ചുറങ്ങിക്കിടക്കുന്ന സമയത്ത് എല്ലാവരും എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്ത റൂമിന്റെ അകത്തളത്തിൽ സുഖലോലുപരായ സുഖാർദ്രമായ ഉറക്കത്തിന്റെ അഗാധതയിൽ കിടന്നുറങ്ങുന്ന സമയത്ത്, പാതിരാത്രി സമയത്ത് എഴുന്നേറ്റിരുന്ന് അല്ലാഹ്, ഭാര്യ അറിഞ്ഞില്ല, മക്കൾ അറിഞ്ഞില്ല, അയൽക്കാരൻ അറിഞ്ഞില്ല, ലോകത്തുള്ള ഒരാളും അറിഞ്ഞില്ല, ആ മനുഷ്യൻ മാത്രം അറിഞ്ഞു. അല്ലാഹു അറിഞ്ഞു. അവന്റെ വീട്ടിന്റെ അകത്തളത്തിലുള്ള ഇരുട്ടുമുറിയുടെ അകത്തളത്തിൽ ഡോർ ലോക്ക് ചെയ്ത് വാതിൽ പൂട്ടിയിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് അല്ലാഹുവിന്റെ മുന്നിലേക്ക് പാതിരാത്രി സമയം ലോകം മുഴുവനും കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് പടച്ചവനിലേക്ക് കൽബ് തിരിച്ച് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ മനുഷ്യനെ നോക്കിയിട്ട് അല്ലാഹു പുഞ്ചിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു പുഞ്ചിരിക്കാന്ന് പറഞ്ഞാൽ എന്നെ പോലെ നിങ്ങളെ പോലെ ഇങ്ങനെ ഇളിക്കാന്നല്ല. പിന്നെയോ ആ അടിമയ്ക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യും, കാരുണ്യം ചെയ്യും, അനുഗ്രഹം ചെയ്യുമെന്നുമാണ്. മാത്രമല്ല അല്ലാഹു പറയും, ഉൻദുറു ഇലാ അബ്ദി ഖായിമൻ ലാ യറാഹു അഹദുൻ ഗൈരി. നോക്ക്, എന്റെ അടിമയിലേക്ക് നോക്ക്. പാതിരാത്രി സമയത്ത് ആരും കാണാത്ത സ്ഥലത്ത് അവൻ എഴുന്നേറ്റ് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന കണ്ടോ? നോക്കവനിലേക്ക് എന്ന് അല്ലാഹു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, സുബ്ഹാനല്ലാഹ്, വ ഇന്ന അഫ്ളലൽ അഅമാലി കുല്ലിഹാ അസ്സലാത്തു ലിവഖ്തിഹാ. ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് എന്താണ്? അയ്യുൽ അഅമാലു അഫ്ളലു ഇലയ്യ യാ റസൂലല്ലാഹ്. ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണ് നബിയേ? അസ്സലാത്തു അലാ വഖ്തിഹാ. സഹോദരാ, നീ കൃത്യസമയത്ത് എപ്പോഴെങ്കിലും അല്ല നിസ്കരിക്കാറുള്ളത്. തോന്നുമ്പോഴല്ല നിസ്കരിക്കാനുള്ളത്. പെണ്ടാട്ടിയുടെ വീട്ടിൽ തോന്നുമ്പോൾ ഓടിപ്പോയി കയറും, അതുപോലെയല്ല നിസ്കരിക്കാനുള്ളത്. പടച്ചോനടുത്ത് പോകുമ്പോ അതിൻ്റെതായ സമയത്ത് പോകും. അവന്റെ ഓഫീസിലോ സമയം നോക്കും, 10 മണി ഓഫീസിൽ പോകണം, അല്ലെങ്കിൽ വഴക്ക് പറയും, ബോസ് വഴക്ക് പറയും. പടച്ചോനെ ഒരു പേടിയില്ല, നിസ്കരിക്കേണ്ട യാതൊരു ബോസിനെ പേടി, മുതലാളിയെ പേടി, ഓണറെ പേടി, പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ പേടി. അല്ലാഹു സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള വിഷയമാണ്. സുബ്ഹാനല്ലാഹ്. എന്നാൽ മഹാനായ അബ്ദുൽ ഖാദിറുൽ ജീലാനി, എന്റെ നിസ്കാരം വല്ലാത്ത നിസ്കാരമാണ്, എന്റെ നിങ്ങളുടെ നിസ്കാരം പറയാതിരിക്കലാണ് ഭേദം. നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ നിസ്കാരം. എന്നാൽ ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ, അറിയാമോ ബീവി നഫീസത്തുൽ മിസ്രിയ? ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും മുന്നേ ബില്ലിനെ ഫീസത്തമാല ഞാൻ തുടങ്ങിയിടുന്നേ. മുഷ്ഫിഉം മുഫല്ലലും പ്രായമുള്ള ആൾക്കാരൊക്കെ ചെല്ലുന്നുണ്ട്. മൂസിലും മുഅയ്മിനും പുതിയ പിള്ളേരൊക്കെ ചോദിക്കാൻ, ഉസ്താദേ ഇതേത് ഫിലിമിലെ പാട്ടാ, ഇതേത് സിനിമയിലെ പാട്ടാ, ഞങ്ങൾ ഈ സിനിമ കണ്ടില്ലല്ലോ.
പാപ്പാമാരെ എന്നൊക്കെ കുറ്റക്കാരാവും. മഹാന്മാരെ മഹദികളെ പറ്റി നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തില്ല. പിന്നെ നിങ്ങൾ പുതിയ പുതിയ ട്രെൻഡ് ഫിലിം സ്റ്റാറുകളെ പഠിപ്പിച്ചു കൊടുത്തു നിങ്ങളെ മക്കൾക്ക്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ നിസ്കാരത്തിലാണ്. സഹോദരങ്ങളെ, അന്നേരത്തൊരു കള്ളൻ വീട്ടിന്റെ അകത്തളത്തിൽ പ്രവേശിക്കുകയാണ്. ആ കള്ളൻ കടന്നു വന്നിട്ട് മുഴുവൻ സാധന സാമഗ്രികളും പറക്കിയെടുത്ത് തന്റെ ഭണ്ഡാകാരത്തിനകത്താക്കി കെട്ടിയിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്ന നേരത്ത് വാതില് കാണുന്നില്ല. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ നിസ്കാരത്തിലാണ്. തന്റെ വീട്ടിൽ കള്ളം കയറിയത് മഹദി അറിഞ്ഞിട്ടില്ല. തന്റെ സാധന സാമഗ്രികൾ പൊക്കിയെടുത്ത് ഒരു വലിയ ഭണ്ഡാരത്തിനകത്താക്കി കള്ളൻ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ ഒരുങ്ങുന്ന രംഗം നഫീസത്തുൽ മിസ്രിയ ബീവി അറിഞ്ഞിട്ടില്ല. പക്ഷേ ഈ കള്ളനുണ്ടല്ലോ, ആ കള്ളൻ ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് സാധന സാമഗ്രികളും എടുത്ത് പുറത്തിറങ്ങാൻ നേരത്ത് വാതില് കാണുന്നില്ല. കള്ളൻ കേറിപ്പോയപ്പോ വാതിലുണ്ടായിരുന്നല്ലോ, വാതിലവിടെ പോയി. അപ്പൊ മനസ്സിലാക്കി നഫീസത്തുൽ മിസ്രിയയുടെ വീടല്ലേ. അപ്പൊ മഹദി അവർക്ക് കറാമത്തൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഈ സാധനമൊക്കെ യഥാസ്ഥാനത്ത് വെക്കാം. അങ്ങനെ എടുത്ത സാധന സാമഗ്രികൾ മുഴുവനും യഥാസ്ഥാനത്ത് കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് തിരിച്ചു വരുമ്പോ നോക്കുന്നുണ്ട് അതാ വാതിൽ കാണുന്നു. വാതിൽ അയാൾ എന്ത് ചെയ്തു? ഒരു കാര്യം ചെയ്താലോ. എന്ത് കാര്യം? ഒരു അടയാളം വെക്കാം. അടയാളം വെച്ചിട്ട് പോകാം. അയാൾ അടയാളം വെച്ചു. അടയാളം വെച്ചിട്ട് തിരികെ പോയി സാധന സാമഗ്രികൾ മുഴുവനും എടുത്തു പൊറുക്കി. നഫീസത്തുൽ മിസ്രിയ അന്നേരത്തെ നിസ്കാരത്തിലാണ്. നമ്മുടെ വീട്ടിലാണെങ്കിലോ ഉമ്മമാര് നിസ്കാരിക്കോ അല്ലോ കള്ളനെ ഓടി വായേ നിലവിളിച്ചു കരയും. അവിടെ ആരും കരഞ്ഞൊന്നുമില്ല, അവിടെ ആരും നിലവിളിച്ചില്ല. ബീവി നഫീസത്തുൽ മിസ്രിയ ആത്മീയ ലോകത്തെ പൊൻതാരകമാണ്. ആത്മീയ ലോകത്തെ പൊന്നാര ബീവി നഫീസത്തുൽ മിസ്രിയ ചക്രവർത്തിനിയാണ്. ആ കള്ളൻ വീണ്ടും സാധന സാമഗ്രികളൊക്കെ കെട്ടിപ്പറുക്കിയെടുത്ത് വാതിൽ അടയാളം വെച്ച സ്ഥലത്തേക്ക് നോക്കുമ്പോൾ വാതിലും കാണുന്നില്ല, അടയാളം വെച്ചതും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. അങ്ങനെ അയാൾ വീണ്ടും സാധന സാമഗ്രികൾ എടുത്ത് തിരിച്ചുകൊണ്ട് വെച്ചു. പിന്നെ ഇറങ്ങി വരാൻ നേരത്തെ ആ വാതിലും അടയാളം ഒക്കെ കാണുന്നു. അപ്പൊ അയാള് മനസ്സിലാക്കി ഇനി ഈ പരിപാടിക്ക് ഞാനില്ല. ഏത് പരിപാടിക്ക്? കക്കുക എന്ന പരിപാടിക്ക് ഞാനില്ല. മഹദി അവരുടെ കാൽക്കൽ വന്നിട്ട് മാപ്പ് വീണു പറഞ്ഞു, ഇനി മേലാൽ ഞാൻ കക്കുകയില്ല. മഹാന്മാരുടെ നിസ്കാരം കൊണ്ട് എത്ര ആളുകൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കുന്നു. മഹാനായ അബ്ദുൽ ഖാദിറുൽ ജീലാനി അല്ലാഹ് തിരുഫേരും തുതിയും സ്വലവാത്തും ആലമുടയവൻ ദേഹല്ലാരുളാലേ എല്ലാ ദിശയിലും എല്ലാ ദിശയിലും കേളി മികച്ചോവർ ബിൽഖുതുബി റബ്ബാനി വൽഗൗസി സമദാനി. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങൾ നിസ്കാരത്തിലായിരുന്നു. അന്നേരത്ത് അതാ ഒരു വലിയ ഉഗ്രവിഷമുള്ളൊരു പാമ്പ് മഹാനവറുകളുടെ മുന്നിലേക്ക് മുസല്ലയിലേക്ക് വരികയാണ്. സഹോദരന്മാരെ, അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങൾ ഔലിയാക്കളുടെ രാജാവല്ലേ, ഖുതുബുൽ അഖ്താബ് എന്ന പദവിയുള്ള മഹാനല്ലേ. മഹാനവറുകൾ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഉഗ്രപ്രതാപിയായൊരു വലിയ പാമ്പ്
അതാ മഹാന്റെ മുസല്ലയിലേക്ക് കടന്നു വരികയാണ്, സുജൂദിന്റെ മക്കാനിലേക്ക് വരികയാണ്. സുബ്ഹാനല്ലാഹ്. ഖിയാമിൽ നിന്ന് റുകൂഇലേക്ക്, റുകൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക്, ഇഅ്തിദാലിൽ നിന്ന് സുജൂദിലേക്ക് മഹാൻ പോകുകയാണ്. അതാ സുജൂദിന്റെ മക്കാനിലാണ് വലിയ കറുത്തിരുണ്ട വിഷമുള്ള വലിയ ഉഗ്രപ്രതാപിയായ പാമ്പ് അവിടെ ഇരിക്കുകയാണ്. ഒരു തൂവാല കിടക്കുമ്പോൾ എങ്ങനെയാണ് തട്ടി മാറ്റുക, തട്ടി ഇങ്ങനെ മാറ്റുക, അതുപോലെ തട്ടി മാറ്റിയിട്ട് മഹാനവറുകൾ സുജൂദ് ചെയ്തു. സുജൂദ് ചെയ്തു, സിമ്പിൾ ആയിട്ട് നിസ്കാരം പൂർത്തിയാക്കി. നിസ്കാരം പൂർത്തിയാക്കിയിട്ട് സലാം വീട്ടി കഴിഞ്ഞപ്പോൾ അതാ ഒരു സലാം കേൾക്കുന്നു. അസ്സലാമു അലൈക്കും. ആരാണ് സലാം പറഞ്ഞത്? പാമ്പ് സലാം പറഞ്ഞു. മുഈദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയോട് രോമാഞ്ചമുണ്ടായില്ല സഹോദര. പാമ്പ് പറഞ്ഞു, ഞാൻ പാമ്പല്ല, ജിന്നുവർഗത്തിൽപ്പെട്ടയാളാണ്. അബ്ദുൽ ഖാദിർ ജീലാനിയെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പരീക്ഷണത്തിൽ വിജയിച്ചു പോയി. എന്നോട് പൊറുക്കണം, ഞാൻ പാമ്പ് വർഗത്തിൽപ്പെട്ടയാളല്ല, ജിന്നുവർഗത്തിൽപ്പെട്ടയാളാണ്. നിങ്ങളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. ഖാദിരി കർ ഖാദിരി രക്ക് ഖാദിരിയോ മേ മുഠാ, ഖാദിരി കർ ഖാദിരി രക്ക് ഖാദിരിയോ മേ മുഠാ, ഖദറെ അബ്ദുൽ ഖാദിറെ ഖുദ്റത് नमा के वासिते, ഖദറെ അബ്ദുൽ ഖാദിറെ ഖുദ്റത് नमा के वासिते. അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ സഹോദരങ്ങളെ അവിടുന്ന് പേടിച്ചില്ല, അവിടുന്ന് ഭയന്നില്ല, അവിടുന്ന് നിലവിളിച്ചോടിയില്ല. അവസാനം ആ പാമ്പിന്റെ കോലത്തിൽ വന്ന ജിന്ന് മഹാനവറുകളോട് മാപ്പ് ചോദിക്കുകയാണ്. തങ്ങളെ, എന്നോട് പൊറുക്കണേ തങ്ങളെ, എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ തങ്ങളെ. എന്റെ നിങ്ങളുടെയൊക്കെ നിസ്കാരത്തിൽ ഒരു പല്ലിയോ വേണ്ട, ഒരു പാറ്റ. ഇവിടെ പല്ലിക്ക് എന്തോ പറയാ? പല്ലി പല്ലി ഹലോ, പല്ലിക്ക് എന്തോ എല്ലി എന്ന് പറയോ? എന്തോ ഒരു കഷ്ടം. പല്ലിക്ക് പല്ലി എന്ന് തന്നെ പറയും. ആ, അതങ്ങനെ അങ്ങ് പറഞ്ഞാ പോരെ. പല്ലി പല്ലി വന്ന് വീണു. എവിടെ? നമ്മുടെ പിറത്ത് പല്ലി വന്ന് വീണാ നമ്മുടെ അവസ്ഥ എന്താ? എന്താ നമ്മുടെ അവസ്ഥ? എല്ലാം ബാത്തിലായത്. ഒറ്റ ഓട്ടം. അതാണ് അപ്പൊ തന്നെ നിസ്കരിച്ചോണ്ട് കൊതു വന്ന് കടിക്കാൻ കൊതു കടിക്കുക. കൊതുവിനെ ഓടിക്കാനാണ് സിറാത്തല്ലദീന ശബ്ദം കൂടും. ചില ആൾക്കാർ എന്താണ് നമ്മുടെ നിസ്കാരത്തിന്റെ കഥ. ചില ആൾക്കാർ ഈ ഇമാം മുണ്ടെടുത്തിരിക്കുന്നുണ്ടോ, അങ്ങേരിക്കും മുണ്ട് ഒരു താന്നിറക്കണം, വേറെ സൈഡ് പൊങ്ങിയിരിക്കണം, അങ്ങേരിക്ക് നേരെ മുണ്ടെടുത്തൂടെ. പിന്നെ ചില ആൾക്കാർ പള്ളിയിൽ ഇങ്ങനെ നോക്കി ഉണ്ടോ, ആ ജനലിന്റെ ഡിസൈൻ നോക്കിയാണ് കമ്പി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാ വേണ്ടത്, അഴുക്ക ഡിസൈൻ. ചില ആൾക്കാർ കാർപ്പറ്റി നോക്കി, ആ അതിന്റെ ഡിസൈൻ ഇങ്ങനത്തെ ഡിസൈൻ. ആഹാ, എപ്പോഴാണ് എന്റെ നിസ്കാരത്തിന്റെ അവസ്ഥ? ഇങ്ങനെയൊക്കെ നിസ്കരിച്ച് ഖബറിൽ ചെല്ലുമ്പോൾ പറഞ്ഞു മുഹമ്മദ് മുസ്തഫ, وأما التي تصيبه في قبره يضيق عليه القبر حتى تختلف أضلاعه. അവന്റെ വാരിയലുകൾ കോർക്കുമാർ വിധത്തിൽ ഖബർ അവനെ ഞെരുക്കും. يوقد عليه القبر نارا فيتقلب على الجمر ليلا ونهارا. രാത്രിയും പകലും അറിയാതെ
തീ കൊണ്ട് ഇങ്ങനെ മാറി മറിയും. രാവറിയില്ല, പകലറിയില്ല. തീ തീ ഒരു പാമ്പിനെ, നിസ്കരിക്കാത്തവന്റെ ഖബറിലേക്ക് ഒരു പാമ്പിനെ അല്ലാഹു നിയോഗിക്കും. ആ പാമ്പിന്റെ പേരെന്താണ്? ഇസ്മുഹു ശുജാഉൽ അഖ്റ. ആ പാമ്പിന്റെ പേര് ശുജാഉൽ അഖ്റ എന്നാണ്. ആ പാമ്പിന്റെ അവസ്ഥ എന്താണ്? ഐനാഹു മിന്നാർ വഅദ്ഫാറുഹു മിൻ ഹദീദ്. കണ്ണുകളിൽ നിന്ന് തീജ്വാല പറക്കുന്ന പാമ്പ്. അതിന്റെ നഖങ്ങൾ ഇരുമ്പിനാൽ സൃഷ്ടിക്കപ്പെട്ട നഖങ്ങളുള്ളത്. ആ നഖത്തിന്റെ നീളം ദീർഘമാണ്. ആ പാമ്പ് ഖബറിൽ കടന്നു വന്നിട്ട് മയ്യത്തിനോട് സംസാരിക്കും. എടോ നിസ്കരിക്കാത്ത മനുഷ്യ, ഞാൻ ആരാന്നറിയുമോ? ശുജാഉൽ അഖ്റ എന്ന് പറയുന്ന പാമ്പാണ്. ഇടി മുഴങ്ങുന്നത് പോലത്തെ ശബ്ദം. ഖബറാളി ഖബറിൽ കിടന്നത് കേട്ട് പേടിച്ചരണ്ട് നിലവിളിക്കും. യഖൂലു, ആ പാമ്പ് വർത്തമാനം പറയും. അമറനി റബ്ബി, എന്റെ റബ്ബ് എന്നെ നിയോഗിച്ചു. അൻ അദ്രിബക അലാ സ്വലാത്തി സുബ്ഹി ഇലാ ബഅദ തുലൂഇ ശംസ്. സൂര്യോദയം വരെ കിടന്നുറങ്ങിയില്ലടാ നീ, നിസ്കരിക്കാതെ അധമനായ മനുഷ്യ. നിന്നെ ഞാനിതാ വദ്രിബക അലാ തളീഇ സ്വലാത്തിൽ ളുഹ്രി ഇലാ സ്വലാത്തിൽ അസ്ർ. ളുഹർ മുതൽ അസ്ർ വരെ, സുബ്ഹി മുതൽ ളുഹർ വരെ. വഅദ്രിബക അലാ തളീഇ സ്വലാത്തിൽ അസ്ർ ഇലാ المغرب وأضربك على طليع صلاة المغرب على العشاء وأضربك على صلاة المغرب عشاء إلى الصبح فلما ضربه ضربة يغوض في الأرض 70 ذراعا. ആ പാമ്പ് അവനെ ഉപദ്രവിക്കും. നിസ്കരിക്കാത്തവനെ, സുബ്ഹി ഖളാക്കിയവൻ, ദുഹർ നിസ്കരിക്കാത്തവനെ, അസ്ർ നിസ്കരിക്കാത്തവനെ, മഗ്രിബ് നിസ്കരിക്കാത്തവനെ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ അമരത്തുകൾ ഉയർന്നു കേട്ടിട്ട് ആ ബാങ്കിന് ഉത്തരം ചെയ്യാതെ ബിസിനസ് ചെയ്യാനും നാട്ടിൽ അടിച്ചു പൊളിക്കാനും കറങ്ങാനും കളിക്കാനും പണമുണ്ടാക്കാനും വേണ്ടി യത്നിച്ചു നടന്ന മനുഷ്യ, എല്ലാം നഷ്ടപ്പെട്ട ഖബറിന്റെ അകത്തളത്തിൽ നീയും ഞാനും ചെന്നു ചേരുന്ന സമയം ആ പാമ്പിനെ അല്ലാഹു നിയോഗിക്കുമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, ഫലാ യസാലു ഫിൽ ഖബരി മുഅദ്ദിബൻ ഇലാ യൗമിൽ ഖിയാമ. ഖബറാളിയുടെ ഖബറിൽ ഖിയാമത്ത് നാൾ വരെ ആ പാമ്പ് ശിക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ പാമ്പിനെയോട് ഖബറിൽ എതിർക്കാൻ തന്റെ ഇടമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ നിസ്കരിക്കണമെന്നില്ല സഹോദരാ. അല്ലെങ്കിൽ ഞാനും നിങ്ങളും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അല്ലാഹുവിനെ പേടിച്ച നിസ്കാരം നിലനിർത്തണമെന്ന് ഞാൻ ഇത്തരുണത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റെന്റെ അടുത്തേക്ക് വരുമോ? അളീമായ പടച്ചവൻ നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം അവന്റെ അടുക്കൽ മഖ്ബൂലിയത്തുള്ള നല്ല സുഹൃതങ്ങളായി, സാധുക്കളായ മോശക്കാരായ തെറ്റുകാരായ എന്നിൽ നിന്ന് നിങ്ങളിൽ നിന്ന് അല്ലാഹു ഖബൂലാക്കി തരട്ടെ. സുബ്ഹാനല്ലാഹ്. ഈ പറഞ്ഞതൊന്നും ഞാനും നിങ്ങളും നിസ്സാരമായി കാണാൻ പാടില്ല. ഞാൻ പറഞ്ഞത് മുഴുവനും അല്ലാഹുവിന്റെ ദീനാണ് സഹോദരാ. لأن الصلاة تسبيح وتحميد وتكبير وتعظيم وصلاة ودعاء.
നിസ്കാരമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ദുആ ഉണ്ട്. നിസ്കാരമെന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്വലാത്തുണ്ട്. നിസ്കാരമെന്ന് പറഞ്ഞാൽ അതിനകത്ത് അല്ലാഹുവിനെ ബഹുമാനിക്കലുണ്ട്, അല്ലാഹുവിനെ സ്തുതിക്കലുണ്ട്, തസ്ബീഹ് ചെല്ലലുണ്ട്, തഹ്മീദ് ചെല്ലലുണ്ട്. അങ്ങനെ എല്ലാം കൂടി ചേർന്നതാണ് നിസ്കാരമെന്ന് പറയുന്ന ഇബാദത്ത്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും നിസ്കാരം വളരെ ലളിതമായി നിസ്സാരമായി കാണുകയാണ്. പുന്നാര ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ ആകാശാരോഹണത്തിന് പോയപ്പോൾ അല്ലാഹു സമ്മാനമായി നൽകിയതാണ് നിസ്കാരം. ആ നിസ്കാരം സഹോദരാ ജീവിതത്തിൽ അനുവർത്തിച്ച് നല്ലവരായി ഞാനും നിങ്ങളും ജീവിച്ചാൽ അല്ലാഹു എനിക്കും നിനക്കും വലിയ മഹത്വം തരും. ഇല്ലാതിരുന്നാൽ അതിന്റെ പരിണിത ഫലങ്ങൾ ധാരാളമാണ്. ഞാൻ ഇതെല്ലാം പറയുമ്പോഴും ചില ആളുകൾ ഇതിനെയൊക്കെ നിസ്സാരമായിട്ടാണ് കാണുക. കാണരുതേ സഹോദരാ, വളരെ ഗൗരവത്തോടെ തന്നെ ഇത്തരം വിഷയങ്ങളെ കാണുകയും സമീപിക്കുകയും വേണം. അതാ ഒരു ഹദീസുണ്ട്. എന്താണ് ഹദീസ്? ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അമാ യഖ്ശാ അഹദുകും ഔ ലാ യഖ്ശാ അഹദുകും ഇദാ റഫഅ റഅസഹു ഖബല അൽ-ഇമാമി അൻ യജഅല അല്ലാഹു റഅസഹു റഅസ ഹിമാർ ഔ യജഅല അല്ലാഹു സൂറതഹു സൂറത ഹിമാർ. ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസാണ്, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താണ് ഹദീസിന്റെ മീനിങ്? ഒരാൾ ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുമ്പോൾ ഇമാമിനെക്കാൾ ഓവർടേക്ക് ചെയ്ത് സുജൂദിൽ പോകുക, സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുക, റുക്കൂഇൽ പോകുക, റുക്കൂഇൽ നിന്ന് എഴുന്നേൽക്കുക, ആ പരിപാടി ചെയ്യാൻ പാടില്ല. ഇതൊരു ഹദീസാണ്. ഇത്തരത്തിലുള്ള ഹദീസുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലാണ് അതൊക്കെ മുസ്ലിയാർക്ക് വേറെ ജോലിയൊന്നുമില്ലാത്ത ഒരാൾ ചുമ്മാ ഇങ്ങനെ ബെഡായിയൊക്കെ പറയുന്നത്, നമ്മളന്ന് കേൾക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ എന്നിങ്ങനെ മനസ്സിൽ തോന്നിപ്പോകും. എന്നാൽ സഹോദരാ, അതാ മുഹദ്ദിഥീങ്ങളിൽ ചില ആളുകൾ ഉദ്ധരിക്കുകയാണ്. അൻ ശൈഖിൻ മശ്ഹൂർ, ഡമാസ്കസിലേക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി കുറെ ആളുകൾ പോയി. അവരെന്തിനാണ് അവിടെ പോയത്? ലിഅഖ്ദിൽ ഹദീസ് അൻ ശൈഖിൻ മശ്ഹൂർ. അവിടെ വലിയൊരു ശൈഖുണ്ട്, അദ്ദേഹത്തിൽ നിന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി പോയതാണ്. അവിടെ ചെന്നപ്പോൾ ശൈഖ് അവറുകൾ അദ്ദേഹം ക്ലാസ് എടുക്കുകയാണ്. പക്ഷേ ലകിന്നഹു കാന ബൈനി വബൈനഹു ഹിജാബ്. ശൈഖിന്റെ ഇടയിലും ശിഷ്യന്മാരുടെ ഇടയിലും ഒരു മറകണക്ക് കർട്ടൻ പോലെ കിടക്കുകയാണ്. കാരണം ഈ ശിഷ്യന്മാര് ശൈഖിന്റെ മുഖം കണ്ടിട്ടില്ല. ശിഷ്യന്മാര് ശൈഖിന്റെ മുഖം കണ്ടിട്ടില്ല. ഒരു ദിവസം ഫലമ്മാ ഖാലത്ത് മുലാസമതുഹു, അവരുടെ ചർച്ചകൾ സുദീർഘമായി കുറെ അങ്ങ് കഴിഞ്ഞു പോയപ്പോൾ അവരിൽ ചില ആളുകൾക്ക് തോന്നി, നമ്മുടെ ഉസ്താദിനെ നമ്മൾ ഇതുവരെ കണ്ടില്ലല്ലോ, അദ്ദേഹത്തെ ഒന്ന് കണ്ടാലോ. അങ്ങനെ അവരിൽ ആരോ ഒരാൾ പോയി കർട്ടൻ അങ്ങ് മാറ്റി. കർട്ടൻ മാറ്റിയപ്പോൾ അദ്ദേഹത്തിന്റെ തല, അദ്ദേഹത്തിന്റെ മുഖം കഴുതയുടെ മുഖം പോലത്തെ മുഖമാണ്. ആരുടെ മുഖമാണ്? ഹദീസ് പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ മുഖം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നേരത്തെ ശിഷ്യന്മാര് നിലവിളിച്ച് കരയാൻ തുടങ്ങി. ശിഷ്യന്മാര് പറഞ്ഞു, ഇതെന്താണ്? ഇന്നാ ലില്ലാഹി, വല്ലാത്തൊരവസ്ഥ. അന്നേരത്തെ ശൈഖ് പറഞ്ഞു, മക്കളെ നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ നേരത്തെ ഒരു ഹദീസ് നിങ്ങൾക്ക് പാരായണം ചെയ്തു തന്നില്ലയോ? ആ ഹദീസ് പാരായണം ചെയ്തപ്പോൾ സുബ്ഹാനല്ലാഹ് ഖൗലുല്ലാഹിർ റാജിഹുൻ, ആ ഹദീസിന്റെ ലാഹിർ വ്യക്തമാണ്. വഹംലുഹു അലൽ ലാഹിർ, ആ ഹദീസ് ചുമത്തേണ്ടതും ലാഹിറിൽ തന്നെയാണ്. വലാ ഹാജത ഇല തഅവീലി മഅ മാ ഫീഹി,
മറ്റൊരു ആലങ്കാരിക വ്യാഖ്യാനവും ആ ഹദീസിന് പറയണ്ട. ഒരാൾ ഇമാമിന്റെ മുന്നേ റുകൂഇലേക്ക് പോകുകയോ സുജൂദിൽ നിന്ന് ഉയരുകയോ ചെയ്താൽ അവന്റെ തല കഴുതയുടെ തലയായി പോകും, അതല്ലെങ്കിൽ അവന്റെ ശരീരം കഴുതയുടേതായിട്ട് മാറുമെന്ന ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും നിവേദനം ചെയ്ത ഹദീസാണ്. ഈ ഹദീസ് പാരായണം ചെയ്തപ്പോൾ മനസ്സിന്റെ അകത്തളത്തിൽ ആ ഹദീസിനോട് അങ്ങനെയൊന്നും ഉണ്ടാകൂല എന്നൊരു വിചാരം വന്നുപോയി. ആ സമയത്ത് അല്ലാഹു എന്റെ കോലമങ്ങ് മറിച്ചതാണ്. തുഹ്ഫത്തുൽ അഹ്വദ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്ന സംഭവമാണ് സഹോദരങ്ങളെ. അപ്പോൾ ഒരു ഹദീസിനെയോ ഒരു വഅദിന്റെ മജ്ലിസിനെയോ നമ്മൾ ഇതൊന്നും കേട്ട് ഉസ്താദ് പറഞ്ഞ് നിസ്കരിച്ചില്ലെങ്കിൽ ഖബറിൽ പാമ്പുണ്ടാവും, അതൊന്നും ഉണ്ടാവൂല, അതൊക്കെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി വെറുതെ ഇങ്ങനെ പറയാണ് എന്നൊന്നും വിചാരിച്ച് ദീനിനെയും ദീനിന്റെ ഹദീസിനെയും ഖുർആനെയും നിങ്ങൾ ആരും നിസ്സാരപ്പെടുത്തി കളയരുത്. 5 നേരം കൃത്യമായി ഞാനും നിങ്ങളും നിസ്കരിക്കണം. ആരും കള്ളു കുടിക്കരുത്, പെണ്ണു പിടിക്കരുത്, ചൂത് കളിക്കരുത്, പലിശ ഇടപാട് നടത്തരുത്. ഒരൊറ്റ മുഅ്മിനായ മനുഷ്യനോട് വെറുപ്പ് കൽബിൽ വെച്ച് പുലർത്തി ജീവിക്കരുത്. ഒരാളിനോട് ഒരു നയാ പൈസയുടെ ഇടപാടിൽ സഹോദരങ്ങളെ കടബാധ്യത വെച്ച് പുലർത്തി നടക്കരുത്. സല്ലു കണ്ടില്ലേ, മദീനയിലെ പള്ളിയിൽ ജനാസ കൊണ്ടുവന്നാൽ പുന്നാര ഹബീബ് ചോദിക്കും, ഹൽ അലാ സ്വഹബിക്കും ദൈനുൻ, നിങ്ങളുടെ കൂട്ടുകാരന് വല്ല കടമുണ്ടോ? അന്നേരത്ത് പറയും, ദിർഹമാനി, 2 രൂപ കടമുണ്ട് നബിയേ. സല്ലു അലാ സ്വഹബിക്കും ലാ അന ഉസല്ലി, ഞാൻ നിസ്കാരത്തിനില്ല, നിങ്ങൾ നിസ്കരിച്ചോളൂ നിങ്ങളുടെ കൂട്ടുകാരന്റെ പേരിൽ. ദിർഹമാനി, 2 ദിർഹം കടം. ഞാൻ പലപ്പോഴും വാഴത്തിന് പോകുമ്പോൾ ആളുകൾ പറയും, ഉസ്താദേ ഒരാൾ 50,000 തരാനുണ്ട്, ചോദിച്ചു മേടിച്ചിട്ട് തന്നിട്ടില്ല, 2 ലക്ഷം 10 ലക്ഷം. ഞാൻ പറയുന്നു, കടം കൊടുക്കാനുള്ളവരാരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ഒന്നുകിൽ ആ കടം കൊടുത്തു തീർക്കുക, അതല്ലെങ്കിൽ ആ മനുഷ്യനെ കണ്ട് പൊരുത്തപ്പെടിക്കുക. നിങ്ങൾ മരിച്ചുപോയി, നിങ്ങളെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി 10,000 കത്തുമോദി വാപ്പാടെ ഖബറിലേക്ക് ഹദിയ ചെയ്താലും നിങ്ങളെ ഖബറിലേക്ക് അത് എത്തൂലെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. കടക്കാരന്റെ ഒരു അമലും അവന്റെ ഖബറിൽ കിട്ടൂല. കാരണം അത് മനുഷ്യനുമായി ബന്ധപ്പെട്ട ബാധ്യതയാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് കടമുള്ളവർ കടം വീട്ടണം, ഇല്ലെങ്കിൽ പൊരുത്തപ്പെടിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. കടമുള്ളവർ ഒരുപാട് കടമുണ്ട്, കൈവലഞ്ഞു പോയ പാവങ്ങളുണ്ട്, അവർ വേദനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അല്ലാഹു നമ്മളുള്ള കടക്കാരുടെ മുഴുവൻ കടങ്ങളും വീട്ടി സലാമത്താക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരൊറ്റ ആലിമിനെയും നമ്മളാരും തെറി പറയരുത്. അയാള് മറ്റേ ഗ്രൂപ്പിലെ തങ്ങളാണ്, അയാളെ പറ്റി അത് പറഞ്ഞാൽ കുഴപ്പമില്ല. അയാള് മറ്റേ ഗ്രൂപ്പിലെ മുസ്ലിയാരാണ്. ആലിമീങ്ങളെന്നും ആലിമീങ്ങളാണ്. ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആലിമീങ്ങളുമാകട്ടെ, ഒരൊറ്റ ആലിമീങ്ങളെയും നമ്മുടെ നാവ് കൊണ്ട് ഞാനും നിങ്ങളും ഒരൊറ്റ അക്ഷരം പറഞ്ഞു പോകരുത്. എല്ലാ ആലിമീങ്ങളെയും നമ്മൾ ബഹുമാനിക്കണം, എല്ലാ തങ്ങന്മാരെയും നമ്മൾ ആദരിക്കണം. അഹ്ലു ബൈത്ത് മുഴുവനും റസൂലുള്ളാഹിന്റെ പേരമക്കളാണ്. എടോ, ആലിമീങ്ങൾക്കിടയിൽ തർക്കമുണ്ടെങ്കിൽ ആലിമീങ്ങൾ പരസ്പരം പറയട്ടെ, എനിക്കും നിനക്കും എന്താണ് കാര്യമുള്ളത്? അതുകൊണ്ട് ഒരൊറ്റ ആലിമിനെയും ഒരൊറ്റ സാദാത്തുക്കളെയും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കുറ്റം പറയണ്ട. സഹോദരങ്ങളെ, ആഖിബത്ത് മോശമായി ചത്തുപോകാൻ അത് കാരണമാകും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഖൽബിൽ ബോധമുണ്ടാകണം, ഈമാനും ഇഖ്ലാസും ഉണ്ടാകണം. സഹോദരങ്ങളെ, ജീവിതം നന്നാക്കണം, പലിശ ഇടപാടുമായി ബന്ധപ്പെടാൻ പാടില്ല. അല്ലാഹു നമുക്ക് എന്റെ ഉമ്മമാരോട് പറയുകയാണ്, ഉമ്മമാരെ, നിങ്ങൾ ഔറത്തൊക്കെ പരിപാലിച്ച് ജീവിക്കണം. അല്ലാഹു നമ്മളെ കാത്തുകാത്തു രക്ഷിക്കുമാറാകട്ടെ.